ഹലോ, സൂസമ ടോക്സിലേക്ക് വെൽക്കം. ഇത്തവണ ഒരു പുതിയ സാധനം നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മൾ 3-4 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. ചിലർ 5, 6, 7 തവണ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള കോൺവെർസേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിലെ കാര്യമാണ്. ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, ലൈക്ക് കോമൺ ആയിട്ട് നമ്മൾ സില്ലി ആയിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ മിസ് ഔട്ടായി പോകുന്നു എന്നുള്ളതാണ്. അതാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് മുന്നിലിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. പല കാരണത്താൽ, ഒരു പക്ഷേ രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം അത്ര ടേസ്റ്റി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൊതുവേ പുള്ളി അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വേറൊരാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യു ക്യാൻ സേ ദാറ്റ്, ഓ മൈ ഗോഡ്, ഹി വാസ് ഹോഗിങ് ഹിസ് ഫുഡ്. ഹി വാസ് ഹോഗിങ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വിഴുങ്ങുക എന്ന് പറയുന്നത്, ഭക്ഷണം ഇങ്ങനെ ആർത്തിയോടുകൂടി കഴിക്കുന്നതിനാണ് ഹോഗിങ് എന്ന് പറയുന്നത്. ഹോഗിങ് പല കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ പല യൂസേജുകളാണ്. സ്പീഡിൽ കഴിക്കുന്നതിന് വേണമെങ്കിൽ ഹോഗിങ് എന്ന് പറയാം, വലിച്ചുവാരി കഴിക്കുന്നതിന് ഹോഗിങ് എന്ന് പറയാം, വിശപ്പടക്കാൻ വയ്യാതെ പെട്ടെന്ന് ഭക്ഷണം കിട്ടി കഴിഞ്ഞപ്പോഴത്തെ അപ്പോഴത്തെ ആ ഒരു പരവേശത്തിന് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതിന് നമുക്ക് ഹോഗിങ് എന്ന് പറയാം. സോ ഹോഗിങ് എന്ന് പറയുന്നത് വലിച്ചുവാരി കഴിക്കുക എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമല്ല, അതിന് പല പല കോണ്ടെക്സ്റ്റിൽ പല അർത്ഥവ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ്. ഐ സോ ഹർ ഹോഗിങ് ഫുഡ്. ഐ തിങ്ക് ദ ഫുഡ് ഇസ് സോ ഗുഡ്, ഷി വാസ് ലിറ്ററലി ഹോഗിങ് ദ ഫുഡ്. ഫുഡ് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര സ്പീഡ് കഴിക്കുന്നത് പോലെ ഞാൻ കണ്ടു, ഹോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ചില ആളുകൾ വിശന്ന് വന്നിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് ഫുഡ് കിട്ടുമ്പം അവർ ആ പരവേശത്തിൽ ഭയങ്കരമായിട്ട് സ്പീഡിൽ കഴിക്കും. അപ്പോൾ നമുക്ക് അവരോട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ മറ്റേ ആളുകൾ ഇങ്ങനെ വളരെ ദയനീയമായി നോക്കിയിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് അപ്പോളജൈസ് ചെയ്യാം. അപ്പോൾ അവരോട് പറയാം, ഐ എം സോറി ഫോർ ഹോഗിങ്, ഐ വാസ് റിയലി ഹംഗ്രി, അല്ലെങ്കിൽ ഐ വാസ് സ്റ്റാവിങ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ വലിച്ചു വാരിയാണ് കഴിച്ചത്, വേറൊന്നും കൊണ്ടല്ല, ഞാൻ വിശന്നിരിക്കുമായിരുന്നു, ഞാൻ പട്ടിണിയായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആളുകളോട് അപ്പോളജൈസ് ചെയ്യും. കാരണം നമ്മൾ കഴിക്കുന്ന രീതി ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് നമ്മൾ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അവർ ആസ്വദിക്കും. എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ കഴിക്കുന്നത് ചില ആളുകൾ എന്നോട് പച്ചയ്ക്ക് വന്ന് പറയാറുണ്ട്, അങ്ങനെ കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ചില ആളുകൾ പറയും ഞാൻ കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഓരോ ആളുകളെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ വി ക്യാൻ ആക്ച്വലി ലേൺ ടു അഡാപ്റ്റ്. നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റി പിടിക്കാം എന്നുള്ളതല്ലാതെ എല്ലാവരുടെയും വായടപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് അറിയാമല്ലോ, യു ഓൾ നോ. ഓക്കെ, അടുത്തലേക്ക് ഓവറാക്കണ്ട. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്, ഹോഗിങ് എന്നുള്ളതാണ്. ഇനി നമ്മൾ വെള്ളം ഇങ്ങനെ കുടിക്കത്തില്ല, ഒരു ശബ്ദം ഉണ്ടാക്കി, ദാറ്റ്സ് ആക്ച്വലി കോൾഡ് ഗൾപ്പിംഗ്. അതായത് ഭയങ്കരമായിട്ട് ദാഹിച്ചൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലൊന്നും അവർക്ക് തികയില്ല. അവർക്കൊരു ജഗ്ഗിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കുടിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ദാഹിച്ചിരുന്നത് കൊണ്ട് അവരങ്ങ് കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ആ വെള്ളം കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ശബ്ദം, ഒരു ഗൾപ്പിംഗ് ശബ്ദമുണ്ട്. അപ്പോൾ അതിനെയാണ് ഗൾപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വെള്ളം അങ്ങനെ ശബ്ദം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗൾപ്പിംഗ് എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടായത്. സോ യു ക്യാൻ സേ ഹി വാസ് ഗൾപ്പിംഗ് ഡൗൺ ദ വാട്ടർ, ലൈക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു, അങ്ങനെ കുടിക്കുന്ന കണ്ടു എന്ന് പറയും. ചില ആളുകൾക്ക് ഭയങ്കര കൊതിയുണ്ടാവും. ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നും, അല്ലേ? അപ്പം എന്താണ് അതിനെ പറയുന്നത്? ആ തീവ്രമായ ആഗ്രഹത്തിന് നമുക്ക് ക്രേവിങ് എന്ന് പറയാം, ക്രേവിങ്സ് എന്ന് പറയാം. ഇത് സാധാരണ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അറിയാവുന്നവർക്ക് വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവരും ചോദിക്കാൻ മറ്റുള്ളവരോട് മടിയുള്ളതും ചോദിച്ചാൽ നാണം കെടുമോ എന്ന് പേടിയുള്ളവർക്കും വേണ്ടിയാണ് ഈ ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെ കൊച്ചാക്കാനോ അല്ലെ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇതൊന്നും കേൾക്കാനല്ലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള ജഡ്ജ്മെൻറ്റ്സ് പാസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതറിയാത്ത ആളുകളുണ്ട്. റീസെൻ്റ്ലി എന്നോട് അരിയില്ലേ, നമ്മൾ കഴിക്കുന്ന അരിയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ച ഒരാൾ മെസ്സേജ് അയച്ചു. എനിക്കൊരിക്കലും ജഡ്ജ് ചെയ്യാനും ഒക്കത്തില്ല, ആ ആൾക്ക് ആക്ച്വലി അരി എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ റൈസ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ആൾ എന്നോട് പറയാണ്, ഓ റൈസ് ആയിരുന്നു അരി എന്ന്. എന്താ വെച്ചാൽ റൈസ് എന്നുള്ള വേർഡ് അവർ കേട്ടിട്ടുണ്ട്, പക്ഷേ റൈസ് ആണ് അരി എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതിനെന്നാ ഒരു കുഴപ്പമില്ല, നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, അതിനെ കളിയാക്കേണ്ട കാര്യമില്ല. അവർക്കറിയത്തില്ല, ഓ നിനക്കറിയത്തില്ലേ, അയ്യേ നിനക്ക് അരി എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ജഡ്ജ്മെൻറ്റ്സ് പാസ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്കും അറിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇപ്പം നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും. ക്രേവിങ്സ് എന്ന് പറയുമ്പം ചിലർക്ക്
ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ ക്രേവിംഗ് ഉണ്ടാകും. പൊതുവേ നമ്മുടെ ശരീരത്തിലെ സോഡിയം ലെവൽ കുറയുന്ന സമയത്ത് അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം തോന്നാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീഡിയോസിലും കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് സോൾട്ടി. എനിക്കെന്തെങ്കിലും സോൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നു എന്ന് പറയും. ഉപ്പ് പദാർത്ഥമുള്ള ബിസ്ക്കറ്റോ ചിപ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഉപ്പിട്ട് എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് എ ലൈം സോഡ ഓർ എ ലൈം വിത്ത് സം സോൾട്ട് ഇൻ ഇറ്റ്. അങ്ങനെ നമുക്ക് പറയാം സോൾട്ടി ആയിട്ടുള്ള ഫുഡ്. ഇനി നമുക്ക് ചില ആളുകൾക്ക് ഭയങ്കര വിയേർഡാണ്, കയ്പുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ജാതിക്കയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. ജാതിക്കൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പാവയ്ക്കൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം യു ക്യാൻ സേ ദാറ്റ് ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് ബിറ്റർ. ഇച്ചിരി കയ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ എനിക്കൊരു താല്പര്യമുണ്ട്. ഓക്കെ, സോ ബിറ്റർ എന്നുള്ള സാധനം, ബിറ്റർ എന്ന് വെച്ചാൽ കയ്പുള്ള സാധനങ്ങൾ. ഇനി ചില ആളുകൾക്ക് ഇങ്ങനെ കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹം ഇരിക്കുമ്പോഴത്തേക്കും ആ വീട്ടുകാർ കുറച്ച് സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കുമ്പോൾ പറയും, ഐ ഡോണ്ട് വോണ്ട് ടു ഈറ്റ് സ്വീറ്റ്സ്. എനിക്കിപ്പോൾ സ്വീറ്റ്സ് കഴിക്കാനല്ല, എനിക്കെന്തെങ്കിലും ഒരു രുചിയുള്ള എരിവും പുളിയൊക്കെയുള്ള, അതിന് നമുക്ക് പറയുന്നത് സേവറി എന്നാണ്. ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് സേവറി, നോട്ട് സ്വീറ്റ് അല്ല, സേവറി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ എനിക്ക് തോന്നുന്നു എന്ന് പറയാം. സോ അങ്ങനെ നമുക്ക് ക്രേവിങ്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഓരോ ടൈപ്പ് വേർഡ്സ്, ഇതിൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങത്തില്ല, ഇഷ്ടംപോലെ സാധനം കൊണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പെട്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന സാധനങ്ങൾ താഴെ കമൻറ്റിലിട്ടു, അതിനൊക്കെ റിപ്ലൈ ഞാൻ അയച്ചോളാം, അത് പെർഫെക്റ്റ്ലി ഫൈൻ. ബട്ട് ദിസ് ഇസ് ഹൗ യു സേ സേവറി. ഇനി നമുക്ക് എന്തെങ്കിലും കുറിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഞാൻ ഇൻഫാക്ട് വേറൊരു വേർഡ് ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, അത് ഞാൻ പറയുന്നില്ല. ബട്ട് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മഞ്ചിങ്. ഇസ് ദർ എനിത്തിങ് ഫോർ മഞ്ചിങ്? എന്തെങ്കിലും കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സോ യു ക്യാൻ സേ ഇസ് ദർ സംതിങ് ഫോർ മഞ്ചിങ്? മഞ്ചിങ്ങിന് എന്തെങ്കിലും ഉണ്ടോ? മഞ്ച് എന്നുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനിയും നിങ്ങൾ ഒരു സാധനം എടുത്തു, ഓക്കെ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള സാധനമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. നമ്മളിങ്ങനെ കടിക്കുമ്പം ഒരു ശബ്ദം ഉണ്ടാവും. സോ ബേസിക്കലി ഇറ്റ്സ് കോൾഡ് ക്രിസ്പി. ആൻഡ് ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് കിട്ടാൻ വലിയ പാടാണ്. കാരണം KFC പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റെയിലാവും, അല്ലെങ്കിൽ സോഗിയായി ഇപ്പോൾ ഒരു നനഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ തണ്ട് പോലൊക്കെ ആയിരിക്കും ഫ്രഞ്ച് ഫ്രൈ ഇരിക്കുന്നത്. പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ നേരെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഓ ദി ഫ്രഞ്ച് ഫ്രൈസ് ആർ സോ ക്രിസ്പി, ഭയങ്കര ക്രിസ്പി ആണല്ലോ എന്ന് നമുക്ക് പറയാം. ഇനി ചില സാധനങ്ങൾ വായിലിട്ടിട്ട് എത്ര ചവച്ചിട്ടും അങ്ങോട്ട് തീരുന്നില്ല. ഇതെന്താണിത്? പിക്ചർ അബീബി ബാക്കി ഹേ എന്നുള്ള രീതിയിൽ ഇത് വായിക്കിടന്ന് ഇങ്ങനെ ചവയ്ക്കാം. സോ സാധാരണ ഇത് റബ്ബറി എന്ന് പറയാം. പക്ഷെ അതിനെ ഒഫീഷ്യലായിട്ട് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ആക്ച്വലി സേ chewy. You can say that I don't know, the fish was a little chewy. ഫിഷ് ഇച്ചിരി chewy ആയിരുന്നു. ബട്ട് ഈവൻ ദോ ഇറ്റ് വാസ് chewy, I enjoyed. ചില ആളുകൾക്ക് അങ്ങനെ ചവച്ച് കഴിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പം പറഞ്ഞാൽ ഈവൻ ദോ ഇറ്റ്സ് chewy, I enjoyed it. chewy ആയിരുന്നു, ഇച്ചിരി ചവയ്ക്കാനുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ എൻജോയ് ചെയ്തു എന്ന് പറയാം. സോ അങ്ങനെ നമുക്ക് chewy എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്പി എന്ന് പറയാം. കുറിക്കുന്നതിന് നമുക്ക് മഞ്ചിങ് അല്ലെങ്കിൽ സംതിങ് ഫോർ മഞ്ചിങ്. എന്തെങ്കിലും മഞ്ച് ചെയ്യാനുണ്ടോ? നമുക്ക് വീടുകൾ, നമുക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്നിട്ട് പറയാം, ഇടേ കഴിക്കാൻ മഞ്ച് ചെയ്യാൻ കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടോടെ, വല്ല കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. സോ യു ക്യാൻ സേ ദിസ് ഇസ് സംതിങ് ഫോർ മഞ്ച്, ടേക്ക് സംതിങ് ഫോർ മഞ്ചിങ്, അല്ലെങ്കിൽ ലെറ്റ്സ് മഞ്ച് സംതിങ്, ഓർ ഇസ് സംതിങ് ഫോർ മഞ്ചിങ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി മണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലോ, ഞങ്ങളൊരു പ്രാവശ്യം കോളേജിൽ നിന്ന് ഐ തിങ്ക് ഞങ്ങൾ മംഗലാപുരത്ത് പോയ ഒരു സമയത്ത് അവിടെ ഒരു റാമൻ നൂഡിൽസ് ട്രൈ ചെയ്യാൻ ഒരു അവസരമുണ്ടായി. ഒത്തൻറ്റിക് ആയിട്ടുള്ള റാമൻ നൂഡിൽസ്. പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അതിൻ്റെ മണമെന്ന് പറയാനൊക്കെ തന്നെ ലിറ്ററലി നാറ്റമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫിഷ് മാർക്കറ്റ് പോലായിരുന്നു അതിൻ്റെ നാറ്റമെന്ന് പറയുന്നത്. സോ കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഈ ഭക്ഷണം നമ്മുടെ ഇവിടെ വരെ എത്തുമ്പോൾ മൂക്കിൽ മണം കയറുമല്ലോ. ഈ മണമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നത് ആ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര നാറ്റമായിരുന്നതുകൊണ്ട് യു ക്യാൻ ആക്ച്വലി സേ ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ട്രൈ ദാറ്റ് റാമൻ നൂഡിൽസ്, ഇറ്റ്സ് സ്റ്റിങ്കിങ്. അതിനകത്തൊരു നാറ്റം വരുന്നു. ഇറ്റ് സ്റ്റിങ്സ് ലൈക്ക് ഫിഷ്. അത് ഫിഷ് പോലെ സ്റ്റിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിഷിനെ പോലെ ആ ഫിഷിൻ്റെ ഒരു സ്മെല്ലാണ്. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഐ കനോട്ട് ആക്സെപ്റ്റ് ദാറ്റ് ടേസ്റ്റ് ആൻഡ് ദാറ്റ് സ്മെൽ. ആ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ചിലതിന് ഭയങ്കര നല്ല മണമാണ്. അതായത് മണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂതിങ് ആണ്, നമുക്കിങ്ങനെ ഭയങ്കര ആശ്വാസം തരുന്നതാണ്. യു ക്യാൻ സേ അറോമാറ്റിക് എന്ന് പറയാം, വെരി അറോമാറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലേവർ നമുക്ക് എന്താണെന്നുള്ളത് മണത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്മെല്ലുകളെയാണ് നമ്മൾ അറോമാറ്റിക് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ, ദ ചായ വാസ് സോ ടേസ്റ്റി ആൻഡ് ഇറ്റ് വാസ് സോ അറോമാറ്റിക്. അത് ഭയങ്കര അറോമാറ്റിക് ആയിരുന്നു. വാട്ട് ആൻ അറോമ
എന്തൊരു മണമായിരുന്നു. വെരി ഫ്ലേവേഴ്സം അറോമ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് അറോമ അതിൽ നിന്ന് വന്നു എന്ന് പറയാം. അരോമാറ്റിക് എന്ന് നമുക്ക് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്നത് പുളിയുള്ള സാധനങ്ങളാണ്. പുളിയുള്ള സാധനങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. പുളിയുള്ള മാങ്ങ, അച്ചാർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അച്ചാറിന് നമ്മൾ പിക്കിൾ എന്നാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാം. സോ നമുക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ടേസ്റ്റ് സംതിങ് സവർ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. പുളിയുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ട്രൈയിങ് സവർ മാംഗോ, ഒരു മാംഗോ. അല്ലെങ്കിൽ നിങ്ങൾ തലേദിവസം വാങ്ങിച്ച ഗ്രേപ്സ് ഭയങ്കര മധുരമാണെന്ന് വിചാരിച്ചാൽ വാങ്ങിച്ചത്, പക്ഷെ ആക്ച്വലി വായി വെക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പുളിയാണ്. അപ്പോൾ നമുക്ക് ദ ഗ്രേപ്സ് ആർ സോ സവർ, ഗ്രേപ്സ് ഭയങ്കര സവറാണ്, കാണ്ട് ഈറ്റ് ഇറ്റ്, കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പുളിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നൗ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾ പറയുമോ? ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ഇംഗ്ലീഷിൽ ഇതൊന്നും പറയാറില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് ആളുകളെ എൻകൗണ്ടർ ചെയ്യും ഭാവിയിൽ. ആൻഡ് ഇംഗ്ലീഷ് കോൺസ്റ്റൻ്റ്ലി ഓർ കാഷ്വലി സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ എൻകൗണ്ടർ എങ്കിൽ അവരവരുടെ സംഭാഷണങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളോട് അവരത് പറയുമ്പം നിങ്ങൾക്ക് തിരിച്ചത് മനസ്സിലാവുകയും വേണം. അതിനൊരു മറുപടിയും കൊടുക്കാൻ വേണ്ടിയും കൂടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമല്ല ഇതിനകത്തുള്ളത്. നിങ്ങളോട് ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചവർക്കൊരു മറുപടി കൊടുക്കുകയും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും കൂടെ പറ്റിയാൽ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണ്. അണ്ടിൽ ദെൻ ബൈ.